നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വെള്ളിയാഴ്ച പകലിൽ നാം ചൊല്ലിയാൽ കടലിലെ നുരയോളം നമുക്ക് പാപങ്ങളുണ്ടെങ്കിലും അതെല്ലാം പൊറുപ്പിക്കാൻ കഴിയുന്ന വളരെ മഹത്തമായ ദിക്റുണ്ട്. അതേതാണ്? അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കടങ്ങളുണ്ടെങ്കിലും സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം വീട്ടാനുള്ള സാമ്പത്തിക ശേഷി നമുക്ക് ലഭിക്കാനുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നൽകുന്ന ദിക്റുണ്ട്. ആ ദിക്ർ ഏതാണ്? വെള്ളിയാഴ്ച പകലിലാണ് ഈ രണ്ട് ദിക്റുകളും നാം ചൊല്ലേണ്ടത്. അതുപോലെ തന്നെ സ്ത്രീകൾ പലപ്പോഴും വെള്ളിയാഴ്ച ദിവസം അവഗണിച്ച് കളയുന്ന കുറച്ച് സുന്നത്തായ കാര്യങ്ങളുണ്ട്. സ്ത്രീകളുടെ വിചാരമെന്ന് പറയുന്നത് ഇത് പുരുഷന്മാർക്ക് മാത്രമാണ് സുന്നത്തായിട്ടുള്ളത്, സ്ത്രീകൾ ഇതിന് ബാധകമല്ല എന്ന് കരുതിക്കൊണ്ട് സ്ത്രീകൾ അലംഭാവം കാണിക്കാറുണ്ട്. ആ കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇതുമായി ബന്ധപ്പെട്ട ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നൂറു സബാഹിൻ്റെ പ്രഭാതത്തിലുള്ള നല്ലൊരു ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത്. നമ്മുടെ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്നവർ അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരിലേക്കൊക്കെ ക്ലാസ്സുകൾ എത്തിച്ചു കൊടുക്കണമെന്ന് പ്രധാനമായിട്ടും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പവിത്രമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിനമാണല്ലോ ഇന്ന്. വെള്ളിയാഴ്ച നിങ്ങൾക്കറിയാം, സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവാണ്. ദുആക്ക് ഏറെ ഇജാബത്തുള്ള ദിനമാണ്. വലിയ പവിത്രതയുള്ള ദിനമാണ്. പാവപ്പെട്ടവരുടെ ഹജ്ജാണ്. ഹജ്ജുൽ ഫുഖറാ വൽ മസാക്കീൻ, ഫക്കീറന്മാരുടെയും മിസ്കീന്മാരുടെയും ഹജ്ജാൻ. വഈദുൽ മുഅ്മിനീൻ എന്നാണ്. മുഅ്മിനീങ്ങളുടെ പെരുന്നാളിന്റെ ദിവസമാണ് വെള്ളിയാഴ്ച ദിനമെന്ന് പറയുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച ഏറെ ശ്രേഷ്ഠതയുള്ള വലിയ പുണ്യമുള്ള ദിനമാണ്. വെള്ളിയാഴ്ചക്ക് ദുആക്ക് ഇജാബത്തുള്ള പ്രത്യേകമായ സമയങ്ങളുണ്ട്. നമ്മൾ പടച്ച തമ്പുരാനിലേക്ക് ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കുന്ന പ്രത്യേക സമയങ്ങളുണ്ട് വെള്ളിയാഴ്ചയിൽ. ആ സമയങ്ങളൊന്നും നഷ്ടപ്പെടുത്തി കളയരുത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ പലപ്പോഴും വെള്ളിയാഴ്ചകളിൽ അലംഭാവം കാണിക്കാറുണ്ട്. ഈ കുളിക്കുക, അതുപോലെ തന്നെ കഹ്ഫ് സൂറത്ത് ഓതുക, ഇതൊക്കെ പുരുഷന്മാർക്ക് മാത്രം സുന്നത്താണെന്ന് സ്ത്രീകളെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ അലംഭാവം കാണിക്കും. സ്ത്രീകൾക്കും ഇത് പ്രത്യേകം സുന്നത്തുണ്ട്. വെള്ളിയാഴ്ചയിൽ നമ്മുടെ സ്ത്രീകളും പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണം. അവർക്കും ദുആക്ക് ഇജാബത്തുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളും പ്രഭാതത്തിൽ എന്ത് ചെയ്യണം? കഹ്ഫ് സൂറത്ത് സ്ത്രീകളും പാരായണം ചെയ്യണം. അതിൽ അലംഭാവം കാണിക്കരുത്. പുരുഷന്മാര് മാത്രം പാരായണം ചെയ്യണം എന്നതല്ല സുന്നത്ത്. സ്ത്രീകൾക്കും അത് സുന്നത്താണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കുളിച്ച് നല്ല പുതിയ വസ്ത്രങ്ങൾ ധരിക്കണം. അത് സ്ത്രീകൾക്കും സുന്നത്തായ കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കുക. സുഗന്ധം സ്ത്രീകൾ വീട്ടിൽ മാത്രം ഉപയോഗിക്കുക, പുറത്തിറങ്ങുമ്പോൾ ഉപയോഗിക്കരുത്. വീട്ടിൽ മുഹറമീങ്ങളായ ആളുകൾ മാത്രമേ ഉള്ളെങ്കിൽ അവിടെ എന്ത് ചെയ്യുക? സുഗന്ധം സ്ത്രീകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ സ്ത്രീകൾ സുഗന്ധം ഉപയോഗിക്കരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വീടൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായി സൂക്ഷിക്കണം. അന്നൊക്കെ അള്ളാഹുവിൻ്റെ മലക്കുകൾ വീട്ടിലേക്ക് കടന്നു വരുന്ന പവിത്രമാക്കപ്പെട്ട ദിനമാണ് വെള്ളിയാഴ്ച ദിനം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് വീട് ക്ലീനായി വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. നല്ല വസ്ത്രം ധരിക്കണം. അപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാം. ദുർഗന്ധമുള്ള സ്ഥലത്തേക്ക് എന്താവില്ല, അള്ളാഹുവിൻ്റെ മലക്കുകൾ കടന്നു വരില്ല. അതുപോലെ തന്നെ ഒരു ബർക്കത്തും ആ ദുർഗന്ധമുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ സ്ത്രീകളും ഈ നല്ല വസ്ത്രം ധരിക്കലും കുളിക്കലും ഇതുപോലെയുള്ള നഖം മുറിക്കലും ഇത്തരം സുന്നത്തുകളൊക്കെ സ്ത്രീകൾക്കും ബാധകമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സ്ത്രീകൾ ഇതിലൊന്നും അലംഭാവം കാണിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ വെള്ളിയാഴ്ച പകലിൽ നാം ചൊല്ലേണ്ട വലിയ പവിത്രമായ ശ്രേഷ്ഠതയുള്ള ഒരു ദിക്റുണ്ട്. കടലിൻ്റെ നുരയോളം നമ്മൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം പൊറുപ്പിക്കാൻ ഉതകുന്ന ദിക്റാണ് എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഈ ഹദീസ് നിവേദനം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ് ആ ദിക്ർ? ഞാൻ സ്ക്രീനിൽ നൽകാവുന്നതാണ്. ആ ദിക്ർ നിങ്ങൾ വെള്ളിയാഴ്ച പകൽ 100 തവണയെങ്കിലും, ഏറ്റവും ചുരുങ്ങിയ 100 തവണയെങ്കിലും ചൊല്ലുക. നമ്മുടെ ചെറിയ പാപങ്ങളൊക്കെ മുഴുവനും പൊറുപ്പിക്കാൻ ഉതകുന്ന വളരെ പവിത്രമാക്കപ്പെട്ട ഒരു ദിക്റാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ ഖതീഅത്തിൻ വ അതൂബു ഇലൈഹി എന്നതാണ് ആ ദിക്ർ. സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കുന്നവനാണ്. അള്ളാഹു എൻ്റെ സകല പാപങ്ങളും പൊറുക്കണേ, ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ് അള്ളാഹ് എന്ന ആശയം വരുന്ന ഈ ദിക്റാണ്. നമ്മൾ 100 തവണയെങ്കിലും ചൊല്ലുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച പകലിൽ 70 തവണ ചൊല്ലിയാൽ നമ്മുടെ കടങ്ങളെല്ലാം വീട്ടാനുള്ള
സാമ്പത്തികമായ സ്രോതസ് നമുക്ക് ലഭിക്കാനുള്ള ഒരു മഹത്തമായ ദിക്റുണ്ട്. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് ഈ ദിക്ർ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ, നമുക്ക് വലിയ കടങ്ങൾ, കുന്നോളം നമുക്ക് കടങ്ങളുണ്ടെങ്കിലും അതെല്ലാം വീട്ടാനുള്ള സാമ്പത്തികമായ സ്രോതസ് നമുക്ക് ലഭിക്കുമെന്നാണ്. ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നൽകുന്ന ദിക്റാണ് നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ. ഇത് 70 തവണ വെള്ളിയാഴ്ച പകൽ ചൊല്ലുക എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അത് ചൊല്ലിയാൽ നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മാറുമെന്നാണ്. ആ ദിക്ർ ഞാൻ സ്ക്രീനിൽ നൽകാം. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക് എന്നാണ് ദിക്ർ. അപ്പോൾ ഈ ദിക്ർ നമ്മൾ വെള്ളിയാഴ്ച പകലിൽ 70 തവണയെങ്കിലും ചൊല്ലുക. നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും. വെള്ളിയാഴ്ച നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. വെള്ളിയാഴ്ച നമ്മൾ അവഗണിക്കാൻ പാടില്ല. വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ്, ഞാൻ പറഞ്ഞുവല്ലോ. ആ ദിവസങ്ങളുടെ നേതാവിനെ നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. വെള്ളിയാഴ്ച ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ദിവസമാണ്. വെള്ളിയാഴ്ച മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട വ്യക്തിക്ക് നരകശിക്ഷ ഉണ്ടാവില്ല എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. ആദം നബിയുടെ റൂഹ് പിടിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. ആദം നബിയുടെ തൗബ സ്വീകരിച്ചത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഴ ആദ്യമായി വർഷിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. സൂറന്ന കാഹളത്തിൽ ഈ ലോകാവസാനത്തിന്റെ സമയത്ത് മഹാനായ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ആദ്യമായിട്ട് ഊതുന്നതും ഈ വെള്ളിയാഴ്ച ദിവസത്തിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച വലിയ മഹത്വമുള്ള, വലിയ പുണ്യമുള്ള ദിവസമാണ്. ഈ വെള്ളിയാഴ്ചയെ പ്രത്യേകം നമ്മൾ പരിഗണിക്കണം, അവഗണിച്ച് കളയരുത്. ഇബാദത്തൊന്നും ചെയ്യാതെ വെള്ളിയാഴ്ച എല്ലാ ദിവസങ്ങളും പോലെയല്ലേ എന്ന് കരുതി പള്ളിയിൽ പോലും ജുമുഅക്ക് പോലും പോകാതെ അവഗണിക്കരുതെന്ന് പ്രത്യേകം ഉറപ്പെടുത്തുകയാണ്. അതിൻ്റെ അനന്തര ഫലങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വലിയ പരീക്ഷണങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. നമ്മുടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വെള്ളിയാഴ്ച ഉപയോഗിക്കണം. പ്രധാനമായിട്ടും നിക്കാഹ് പോലെയുള്ള കർമ്മങ്ങളൊക്കെ വെള്ളിയാഴ്ച നടത്തണമെന്ന് മഹത്തുക്കൾ, പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അത് സുന്നത്തായ കാര്യം കൂടിയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ചയെ പ്രത്യേകം പരിഗണിക്കണം, അവഗണിക്കണം എരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ എന്നും ചൊല്ലാറുള്ള ദിക്ർ ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് ക്ലാസ് അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. إن شاء الله നമുക്ക് ദുആ ചെയ്യാം. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ റഹ്മാനെ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സഗീറത്തുകളായും കബീറത്തുകളായും ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി അല്ലാ. ഞങ്ങൾക്ക് നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ റഹ്മാനെ, ഞങ്ങളുടെ മരണം നീ നന്നാക്കണേ അല്ലാ. ഈമാനോടുകൂടിയുള്ള നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുകളായ നല്ല മക്കളാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ബിസിനസ്സിൽ, കച്ചവടങ്ങളിൽ, വരുമാന മാർഗങ്ങളിലൊക്കെ നീ ഉയർച്ചയും അഭിവൃദ്ധിയും നൽകണേ അല്ലാ. നമ്മുടെ ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുന്നവരുണ്ട്, നീ അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനെ, ഒരുപാട് പേര് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, നീ ശിഫ നൽകണേ അല്ലാ. മാറാവ്യാധി അസുഖങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ, ട്യൂമർ പോലത്തെ അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനേ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ പലരും മാറാവ്യാധി അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്നവരുണ്ട്, നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും പറയാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാ. നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജ
الدرجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.